ഹലോ വെൽക്കം ടു ട്രാവൽ വിത്ത് ജ്യോതിസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോവളം ബീച്ചിലാണ്. ധാരാളം കടൽ തീരങ്ങളാൽ അനുഗ്രഹീതമായ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഏറ്റവും മനോഹരമായ കടൽ തീരമാണ് കോവളം. കോവളം കടൽ തീരത്തിന് 3 ഭാഗങ്ങളുണ്ട്. അതിലെ ഏറ്റവും മനോഹരമായ ഹവ ബീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഹവ ബീച്ചിൻ്റെ ഒരു വശത്തായി ലൈറ്റ് ഹൗസും അതിനോട് ചേർന്ന് ലൈറ്റ് ഹൗസ് ബീച്ചുമുണ്ട്. മറുവശത്തായി സമുദ്ര ബീച്ചും സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലുള്ളതിൽ വച്ച് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു കടൽ തീരം കൂടിയാണ് കോവളം. പുറംകടലിൽ നിന്ന് ആർത്തിരമ്പി തീരത്തണയുന്ന ഈ തിരമാലകൾ കാണാൻ വളരെ രസമാണ്. ഈ തിരമാലകളുടെ ശബ്ദം പോലും നമുക്ക് ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാകും. ഹവ ബീച്ചിൻ്റെ അരികിലായി ബീച്ച് കാനോപ്പികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 100 രൂപയാണ് അതിന് ചാർജ്. അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ കടലിലെ തിരമാലകൾ ആസ്വദിക്കാൻ സാധിക്കും. ഈ ബീച്ചിൻ്റെ ഒരു ഇടവഴിയിലൂടെ സഞ്ചരിച്ചാൽ ഇതിൻ്റെ തൊട്ടടുത്ത ലൈറ്റ് ഹൗസ് ബീച്ചിലെത്താം. കോവളം ലൈറ്റ് ഹൗസിനോട് ചേർന്നുള്ള കടൽ തീരമായതിനാലാണ് ഇതിനെ ലൈറ്റ് ഹൗസ് ബീച്ച് എന്ന് വിളിക്കുന്നത്. ഈ ഭാഗത്ത് തിരമാലകളുടെ ശക്തി അല്പം കൂടുതലായതിനാൽ നമുക്ക് ഇറങ്ങി കുളിക്കാൻ സാധിക്കുകയില്ല. എങ്കിലും ഈ കടൽ തീരത്തിലെ പടവുകളിലിരുന്നു കൊണ്ട് നമുക്ക് കടൽ ആസ്വദിക്കാൻ സാധിക്കും. കൂടാതെ ഈ ഭാഗത്ത് ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടെ നിന്ന് നല്ല ഭക്ഷണം ആസ്വദിച്ചുകൊണ്ടും നമുക്ക് ഈ തിരമാലകളെ ആസ്വദിക്കാൻ സാധിക്കും. നടന്ന് ഞാൻ ലൈറ്റ് ഹൗസിൻ്റെ കവാടത്തിൽ എത്തിച്ചേർന്നു. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഈ വഴിയിലൂടെ മുകളിലേക്ക് കയറിയാൽ ലൈറ്റ് ഹൗസിൻ്റെ മുന്നിലെത്താം. ഈ ഗോപുരത്തിൻ്റെ യഥാർത്ഥ പേര് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് എന്നാണ്. മീറ്റർ ഉയരമുള്ള ഈ ഗോപുരം 1972 പ്രവർത്തനം തുടങ്ങിയത്. ചുവപ്പും വെളുപ്പും നിറങ്ങളിലുള്ള ഈ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലായി ഒരു ഒബ്സർവേഷൻ ഗാലറിയുമുണ്ട്. ഇതിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ ഈ പ്രദേശത്തുള്ള മറ്റ് ലൈറ്റ് ഹൗസുകളെ പറ്റിയും ഉള്ള വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയുള്ള ശിലാഫലകത്തിൽ ഈ ലൈറ്റ് ഹൗസിൻ്റെ സാങ്കേതിക കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദീപസ്തംഭത്തിൻ്റെ മുന്നിലായി എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോയുമുണ്ട്. ഇതിൻ്റെ മുകളിലെത്താൻ 142 സ്റ്റെപ്പുകൾ കയറണം. സ്റ്റെപ്പ് കയറി പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ലിഫ്റ്റും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. ഈ ലൈറ്റ് ഹൗസിനോട് ചേർന്ന് തിരകൾ തല്ലുന്ന ലൈറ്റ് ഹൗസ് ബീച്ചും അതിൻ്റെ അടുത്തായി ഹവ ബീച്ചും കാണാൻ കഴിയുന്നുണ്ട്.
നമുക്കിതിന് ചുറ്റും നടന്ന് ഈ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാം. മലയാളികൾ മിക്കവരും ഇതിനോടകം തന്നെ കോവളം ബീച്ച് സന്ദർശിച്ചിട്ടുണ്ടാകാം. എത്ര കണ്ടാലും മതി വരാത്ത ഒന്നാണല്ലോ കടൽ. ഇനിയും ഇവിടെ വരുമ്പോൾ ഈ 3 സുന്ദര ബീച്ചുകളും സന്ദർശിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുമല്ലോ. പുതിയ കാഴ്ചകളുമായി വീണ്ടും വരാം. ബൈ ബൈ.